അമ്മ മാതാവിനും തിരുകുമാരനും എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ നന്ദി. എൻ്റെ പേര് റീജ. ഞാൻ മറ്റൂർ ഇടവകയെന്നാണ് വരുന്നത്. ഞാൻ 2019 ഡിസംബറിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. പലതവണ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ വരികയും പറയുകയൊക്കെ ചെയ്യുമെങ്കിലും എനിക്ക് എൻ്റെ സാക്ഷ്യം ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളെ കുറിച്ചിട്ട് അത് പോരാത്തതുകൊണ്ട് എനിക്ക് പറയാനുള്ള അവസരം കിട്ടാറില്ല. ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മ എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിക്കണേ എന്ന്. അപ്പോൾ ഇത്തവണ ഞാൻ ഈ സെപ്റ്റംബറിൽ ഞാൻ മാതാവിൻ്റെ പിറവിയോടനുബന്ധിച്ച് ഞാൻ നോയമ്പെടുത്ത് പ്രാർത്ഥിച്ചു. അച്ഛൻ എപ്പോഴും പറയാറുള്ള പോലെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് എന്നെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഇപ്രാവശ്യം ഇവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം അമ്മ എനിക്ക് തിരുകുമാരിൽ നിന്ന് വാങ്ങി തന്നു. ആത്മീയമായിട്ടുള്ള വളർച്ചയാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. ആത്മീയമായിട്ടുള്ള വളർച്ചയാണ്. എനിക്ക് ഭൗതികമായിട്ട് ഒരുപാട് എൻ്റെ ഓരോ നിമിഷവും അമ്മയാണ് എന്നെ കൈപ്പിടിച്ച് നടത്തുന്നത്. വലിയൊരു അത്ഭുതമാണ് ഞാൻ 70 കിലോമീറ്റർ അങ്ങോട്ടും തിരിച്ച് 70 കിലോമീറ്റർ ഇങ്ങോട്ടും യാത്ര ചെയ്തിട്ടാണ് ഓരോ ദിവസവും ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ എനിക്ക് 5:30 കുർബാനയ്ക്ക് പോകാനും എപ്പോഴൊക്കെയോ എനിക്ക് മനസ്സിൽ ഔദ്യോഗികമായിട്ടുള്ള ജോലി സംബന്ധമായിട്ട് കുറച്ച് ടെൻഷനുകളൊക്കെ വരുന്ന സമയത്ത് കുറച്ച് ന്യായം പറയുന്ന ഒരു സ്വഭാവം ഉള്ളിലുള്ളത് കൊണ്ട്, പുറത്ത് പറയില്ല പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ ന്യായം പറയുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് എപ്പോഴും ഒരു സംഘർഷമൊക്കെ വരും. ആ സമയത്തൊക്കെ എപ്പോൾ എൻ്റെ മനസ്സ് പതറിയോ അപ്പോഴൊക്കെ കുമ്പസാരിക്കാനും വിശുദ്ധ കുർബാന സ്വീകരിക്കാനും അമ്മ എനിക്ക് അനുഗ്രഹം തരുന്നുണ്ട്. അമ്മയുടെ കൈ പിടിച്ചാണ് ഞാൻ നടക്കുന്നത്. എപ്പോഴും അമ്മ, ഞാൻ കണ്ണടച്ചാൽ മനസ്സിലെന്തെങ്കിലും സങ്കടം വന്നാൽ അപ്പോൾ ഞാൻ ഒരു കഴുതയായിട്ട് നടക്കുന്നതും എൻ്റെ മുകളിൽ പ്രകാശരൂപിയായിട്ട് എൻ്റെ കർത്താവ് ഇരിക്കുന്നതും എൻ്റെ അമ്മ എൻ്റെ കഴുത്തിലുള്ള കയറ് അമ്മ പിടിച്ച് എൻ്റെ സമീപത്ത് അമ്മ നടക്കുന്നതും ഞാൻ എൻ്റെ മനസ്സിൽ കാണുകയാണ്. എനിക്കെപ്പോഴും ആ ഒരു കാഴ്ചയിൽ ജീവിക്കാൻ സാധിക്കണേ എന്നാണ് ഞാൻ എപ്പോഴും കണ്ടടച്ചാൽ എനിക്ക് ആ ഒരു രൂപം, എൻ്റെ കർത്താവിൻ്റെ രൂപം, എൻ്റെ അമ്മയുടെ രൂപം എൻ്റെ മനസ്സിൽ തെളിയട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മകൾക്ക് ഈ അടുത്ത് അവൾ MBBS സെക്കൻഡ് ഇയർ പഠിക്കുകയായിരുന്നു. യൂണിവേഴ്സിറ്റി എക്സാം ആയിരുന്നേ. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് കണ്ണിലൊരു ഇൻഫെക്ഷൻ വന്നു. അവൾ ഹോസ്റ്റലിലായിരുന്നു. അമ്മ ചെറുതായിട്ടൊരു ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പോൾ 1-2 തവണ ആൻറ്റിബയോട്ടിക്സൊക്കെ കഴിച്ചു. ഒരു തവണ ആൻറ്റിബയോട്ടിക്സ് കഴിച്ചു, കുഴപ്പമൊന്നും ഭേദം മാറിയ പോലെയായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം അവൾ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഇങ്ങനെ കണ്ണിൽ കുറച്ച് പുലർച്ചെ വിളിച്ചിട്ട് പറഞ്ഞു നീര് കൂടുന്നുണ്ടെന്ന്. അപ്പോൾ അത് കേട്ട് ഞാൻ അവളുടെ ഹോസ്റ്റലിലേക്ക് പോയി. അവിടെ തന്നെ കോളേജിൽ തന്നെ ഡോക്ടേഴ്സിനെ കണ്ടു, അഡ്മിറ്റാക്കി. കണ്ണ് അടഞ്ഞു പോയി, പൂർണ്ണമായിട്ടൊരു കണ്ണ് അടഞ്ഞു പോയി. കുറച്ച് ദിവസം കഴിഞ്ഞ് അവൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമാണ്. കണ്ണ് അടഞ്ഞു പോയി. അവിടെ അഡ്മിറ്റാക്കിയ സമയത്ത് ഞാൻ വിശുദ്ധ തൈലം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അഡ്മിറ്റാക്കി പിറ്റേ ദിവസം ഞാൻ ഇവളുടെ അടഞ്ഞിരിക്കുന്ന കണ്ണ്, ഇമ പോലും വെട്ടാതിരിക്കുന്ന കണ്ണ് നോക്കിയിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എങ്ങനെയാണെന്നറിയില്ല, നാളെ അവളെ ഒന്ന് ഡിസ്ചാർജ് ആക്കി തായോ, അവൾക്ക് പരീക്ഷയുണ്ട്, എനിക്കും ജോലിയുണ്ട്. അങ്ങനെ നമ്മുടെ പ്രാരാബ്ധങ്ങളാണ് എണ്ണി പറക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ആ അവളെ ഒന്ന് ഡിസ്ചാർജ് ആക്കി തായോ പറഞ്ഞു. ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. കാരണം അതുമാതിരി അടഞ്ഞിരിക്കുന്നൊരു കണ്ണ് നോക്കിയാണ് ഞാൻ പറയണത്. ഇൻഫെക്ഷനാണ്. ഡോക്ടേഴ്സ് പറഞ്ഞു കുറച്ച് ദിവസം ആൻറ്റിബയോട്ടിക്സ് എടുക്കണം, ഇവിടെ അഡ്മിറ്റ് ആവണം എന്നൊക്കെ പറഞ്ഞതാണ്. എന്നിരുന്നാലും ഞാൻ അങ്ങനെ പറഞ്ഞു പോവുകയാണ്. ആ സമയത്ത് പിറ്റേ ദിവസം പതുക്കെ നേരം വെളുത്ത് നോക്കുമ്പോൾ പതുക്കെ അവളുടെ ഇമ തുറക്കുകയും ഉച്ചയാകുമ്പോഴത്തേക്കും ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി പോയിരുന്ന് പഠിച്ചോളൂ, ഡിസ്ചാർജ് ആക്കി തരികയും ചെയ്തു. മഹാ അത്ഭുതം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. അത്രമാത്രം ഞങ്ങൾ ടെൻഷൻ അടിച്ചു. അടഞ്ഞ കണ്ണ് വിടരുമോ അതുപോലെ ഞാൻ സംശയിച്ചിരുന്ന കണ്ണാണ്. പിറ്റേ ദിവസം ഉച്ചയാകുമ്പോഴത്തേക്കും അവൾ ഉഷാറായി. അന്ന് തന്നെ അവളെ ഡിസ്ചാർജായി പോകാനായിട്ട് സാധിച്ചു. അമ്മയുടെ അനുഗ്രഹമാണ്. ഞാനിവിടെ ആദ്യം ഉടമ്പടി എടുത്തത് 19 അതിനുശേഷം ഞങ്ങൾ തറവാട്ടിൽ താമസിക്കുന്ന ആളുകളാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വീടൊക്കെ പഴയതായി, ഒന്ന് പുതുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അങ്ങനെയുള്ളൊരു ചിന്തയിലേക്കൊന്നും ഞങ്ങളുടെ കുടുംബം വന്നില്ല. പുതുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഒന്നും നടന്നിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി വളരെ അത്ര വലിയ തീഷ്ണതയോടുകൂടിയൊന്നുമല്ല ആദ്യം എടുത്തത്. ഇവിടെ വന്നു അതിനുശേഷം ആദ്യം എടുത്തു, പിന്നെ ഞാൻ തീഷ്ണതയോട് കൂടിയിട്ട് തന്നെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ എനിക്ക് ഇവിടുത്തെ അച്ഛൻ്റെ പ്രസംഗങ്ങളും അന്നൊക്കെ എപ്പോഴും വരും. ഇവിടെ ദിവസം മാസത്തിൽ വന്ന് ഇവിടെ ആരാധനയിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. പിന്നെ കോവിഡിന് ശേഷമാണ് അത് മാറിയത്. അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക, അപ്പോൾ അച്ഛൻ്റെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമായിരുന്നു, ധ്യാനങ്ങളൊക്കെ കൂടുമായിരുന്നു. അപ്പം ഞാൻ ആ തവണ ഒരു ഉടമ്പടി എടുത്ത് പുതുക്കുന്ന സമയത്ത് മനസ്സിൽ വെറുതെ ഒരു ചിന്ത പോയി. അതല്ലാണ്ട് ഞാൻ ഉടമ്പടിയിൽ വയ്ക്കുകയൊന്നും ചെയ്തിരുന്നില്ല. പക്ഷേ 1.5 വർഷം കൊണ്ട് ഞങ്ങൾക്ക് വീട്
മനോഹരമായിട്ടൊരു ഭവനം പൂർത്തീകരിച്ച് താമസിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. ഞാൻ ഇവിടുത്തെ കൃപാസനം ഉപ്പും അതുപോലെ തന്നെ കാശ് വെഞ്ചിരിച്ച കാശ് ഒക്കെ ഞാൻ വീട് പണിയുടെ തറയിൽ അമ്മയെ വിളിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ആണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ തിരക്ക് പിടിച്ച യാത്രയിൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വീഴ്ച ഉണ്ടാവാറുണ്ട്. കൈകാലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടും. ഞാൻ എല്ലാ തവണയും വീണിട്ട് തിരിച്ച് എൻ്റെ വീട്ടിൽ വന്ന് അമ്മേനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള അവിടെ വന്നിരുന്ന് പറയും, അമ്മ എല്ലാം ഒന്നും പൊട്ടിയിട്ടുണ്ടാവല്ലേ ഏട്ടാ. ഞാൻ വിശുദ്ധ തൈലം എടുത്ത് കുരിശ് വരച്ച് പറയും, അമ്മ വേദനിച്ചോട്ടെ പക്ഷേ എല്ലാം ഒന്നും പൊട്ടിയിട്ടുണ്ടാവല്ലേ ഏട്ടാന്ന്. എപ്പോഴും നീര് വന്ന് വിങ്ങി വീർത്തിരിക്കുന്ന കൈയാണെങ്കിലും എക്സ്റേ എടുത്ത് കഴിയുമ്പോൾ എല്ലിനൊന്നും കുഴപ്പമുണ്ടാവില്ല. അപ്പം അമ്മ ചെറിയ ചെറിയ സഹനങ്ങളൊന്നും നമുക്ക് അതിലൂടെ എനിക്ക് കൂടുതൽ അമ്മയിലേക്ക് അടുക്കാനായിട്ടുള്ള അവസരം അമ്മ എനിക്ക് എപ്പോഴും തരുന്നുണ്ട്. പിന്നെ എൻ്റെ മകനും അവനും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് അവൻ ബിടെക് കഴിഞ്ഞിട്ട് ഗെയിമിങ്ങിലായിരുന്നു അവൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടോ ഗെയിമിങ് നമുക്കൊരു വിഷമമായിരുന്നു. അവൻ ഗെയിമിങ്ങിലേക്ക് അവൻ്റെ താല്പര്യമാണെങ്കിലും നമ്മുടെ മനസ്സിലൊരു ഗെയിമിങ് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഗെയിമിങ്ങിന് വലിയൊരു സ്കോപ്പ് കുറഞ്ഞൊരു സമയത്ത് വിദേശത്തേക്ക് പോകാൻ അത്ര താല്പര്യമില്ല. ഇവിടെ തന്നെ പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിൻ്റെ ഇടയിൽ അവൻ പതുക്കെ എയുടെ ഒരു PG സർട്ടിഫിക്കേഷൻ ചെയ്യുകയും അതിന് തുടർന്ന് അവന് ഒരു കമ്പനിയിൽ നല്ലൊരു കമ്പനിയിൽ ട്രെയിനി ആയിട്ട് ഇപ്പോൾ ചേരാനും സാധിച്ചു. അമ്മയുടെ മാത്രം ഞാൻ സെപ്റ്റംബർ 1 അമ്മേ എന്നൊന്ന് പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സെപ്റ്റംബർ 1 തന്നെ അവന് ആ ട്രെയിനി ആയിട്ടാണെങ്കിലും ആ കമ്പനിയിൽ 3 മാസം കഴിയുമ്പോൾ 3-6 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ അവർ അവിടെ തന്നെ എടുക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ പൂർണ്ണമായിട്ടും അമ്മയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അമ്മയാണ് വഴി നടത്തുന്നത്. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ സാമ്പത്തികമായിട്ട് പിന്നിലേക്ക് നിൽക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം പഠന ഉപകരണങ്ങളും അതുപോലെ തന്നെ മറ്റ് കുട്ടികൾക്കായിട്ടാണ് ഞാൻ കൂടുതൽ ചെയ്യാറുള്ളത്. അപ്പോൾ അവർക്ക് പിന്നെ വസ്ത്രമായിട്ടും ഒക്കെ കൊടുക്കാറുണ്ട്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയൊക്കെ ഭക്ഷണം കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്, പൈസ കൊടുക്കാറുണ്ട്. പത്രം ഞാൻ ഇവിടുന്ന് വരുമ്പോഴൊക്കെ ഞാൻ പത്രം വാങ്ങാറുണ്ട്. 3 കെട്ടും ഒക്കെ വാങ്ങി കൊണ്ടുപോകാറുണ്ട്. വാങ്ങുമ്പോൾ അത് ഞാൻ അധികം പള്ളിയിൽ കൊടുക്കാൻ എനിക്കൊരു ചമ്മലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം പള്ളിയിൽ കൊടുക്കാൻ മടിയായിട്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ കൊടുക്കാറ്. അത് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലൊക്കെയാണ് കൊടുക്കാറ്. ഞാനത് കുറച്ച് പത്രം പള്ളിയിൽ ധാരാളമുണ്ട്. എല്ലാവരും അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ പത്രം ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ നാണക്കേട് ഞാൻ അമ്മയുടെ മുമ്പിൽ ഞാൻ പോണ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പള്ളിയിലും കുറച്ച് പത്രം പള്ളിയിലും കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഞാൻ അധികവും ഞാൻ ഇങ്ങനെ യാത്രയിൽ റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ തന്നെ യാത്രക്കാരായിട്ട് കാണുന്ന ആളുകൾക്കുമാണ് അധികമായിട്ട് കൊടുക്കാറുള്ളത്. അതിനൊക്കെയുള്ള അങ്ങനെയൊക്കെ ജീവിക്കാനും മാതാവിൻ്റെ കൂടെ നടക്കാനൊക്കെ ഉള്ള അനുഗ്രഹം അമ്മ എനിക്ക് ഈ കൃപാസന മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആണ് എനിക്ക് സാധിക്കുന്നതെന്ന് എനിക്കറിയാം. ഓരോ നിമിഷവും എൻ്റെ ഓരോ ശ്വാസവും എൻ്റെ അമ്മയുടേതാണ്. മാതാവിനും ഉണ്ണീശോയ്ക്കും 1000 നന്ദി.